സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഏപ്രിലിൽ പുറപ്പെടുവിച്ച ഈ പ്രസ്താവത്തെ റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് ഭരണഘടനയുടെ 5 അംഗ ബെഞ്ച് രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇന്നലെ നൽകിയ മറുപടി. സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കുകയും ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബിനാമികളായ ഗവർണർമാർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് പശ്ചിമ ബംഗാളും കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിൽ പറയുന്ന ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കണം എന്ന് ഗവർണർമാർക്ക് നൽകുന്ന നിർദ്ദേശത്തിൻ്റെ സമയപരിധി ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും തീരുമാനമെടുക്കാതിരുന്നാൽ അത്തരം ബില്ലുകൾ സ്വാഭാവികമായി നിയമമായി മാറുമെന്ന് 2025 ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധി പ്രസ്താവം നടത്തുകയുണ്ടായി. ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിൽ, ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്ന രീതിയിൽ ഗവർണർമാർ തങ്ങളുടെ വിവേചനാധികാരം ഉപയോഗിക്കാൻ പാടില്ല. 200-ാം അനുച്ഛേദത്തിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അവിടെ എത്രയാണ് സമയപരിധി എന്ന് നിശ്ചയിച്ചിരുന്നില്ല. ആ സമയത്താണ് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഭരണഘടനാ പ്രതിസന്ധി അവസാനിപ്പിക്കുന്ന വിധം ഇടപെട്ടുകൊണ്ട് അതിന് ഒരു സമയപരിധി നിശ്ചയിച്ചത്. ആ സമയപരിധി യുക്തിഭദ്രമായിരുന്നു, ഭരണഘടനാ തത്വങ്ങൾക്ക് നിരക്കുന്നതായിരുന്നു, ഫെഡറലിസത്തെ അംഗീകരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള വിധിയായിരുന്നു. സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ BJP വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. ഭരണഘടനയുടെ 143-ാം അനുച്ഛേദമനുസരിച്ച് രാഷ്ട്രപതിക്ക് പൊതുജന പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയോട് വിശദീകരണം ആവശ്യപ്പെടാം. രാഷ്ട്രപതിയുടെ റഫറൻസിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് മറുപടി നൽകിയിരിക്കുന്നത്. ഗവർണർമാർക്ക് വീണ്ടും ദുരുപയോഗം ചെയ്യാൻ, തങ്ങളുടെ അധികാരം ദുരുപയോഗം ചെയ്യാൻ അവസരം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ മറുപടി. സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തിലും മറുപടിയിലും നിഴലിക്കുന്നത് വ്യക്തമായ ഒരു യൂട്ടേൺ ആണ്. ഭരണഘടനയോടൊപ്പമാണോ സുപ്രീം കോടതി നിൽക്കുന്നത്, അല്ല ഭരണകൂടത്തോടൊപ്പമാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ രാഷ്ട്രപതിയുടെ റഫറൻസിന് നൽകിയ മറുപടിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഗവർണർമാരുടെ അമിതാധികാര പ്രയോഗത്തിന് തടയിടുന്നതായിരുന്നു 2025 ഏപ്രിലിൽ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി. തമിഴ്നാട് ഗവൺമെൻറ് പാസാക്കിയ 10 ബില്ലുകളിൽ വർഷങ്ങളോളം അടയിരുന്ന RN രവിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 2025 ഏപ്രിലിൽ സുപ്രീം കോടതി 2 അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി. ജനാധിപത്യത്തോടും ജനഹിതത്തോടും ഗവർണർമാർ നീതി പുലർത്തണം എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞത്. മുൻഗാമികൾ ത്യാഗോജ്വലമായി നേടിയെടുത്ത ഭരണഘടനാ മൂല്യങ്ങളാണ് ഗവർണർമാരെ നയിക്കേണ്ടതെന്ന് ആ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരുന്നു. ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ റഫറൻസിന് 5 അംഗ ബെഞ്ച് നൽകിയ മറുപടി 2025 സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയും ആത്മാവും ചോർത്തിക്കളയുന്നതാണ്. ഇതോടുകൂടി ഗവർണർമാർ വീണ്ടും അവരുടെ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയും ഭരണഘടന അട്ടിമറി നടത്തുകയും ഫെഡറൽ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മുകളിലാണ് തങ്ങൾ എന്ന ഭാവേനെ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ യു-ടേൺ അടിച്ചിരിക്കുകയാണ്. ഭരണഘടനാ തത്വങ്ങൾക്ക് പകരം ഭരണകൂട തത്വങ്ങളാണ്, ഭരണകൂട താൽപ്പര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ മറുപടിയിൽ നിഴലിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഗവർണർമാർ തങ്ങളുടെ യജമാനന്മാരായ രാഷ്ട്രീയ മേലാളന്മാരുടെ താൽപ്പര്യത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുകളെ അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുപോകാൻ വഴിവെക്കുന്നതാണ് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ നിരീക്ഷണം. ഇത്
ഫെഡറൽ സംവിധാനങ്ങൾക്കെതിരാണ്, ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ്. 2 അംഗ ബെഞ്ച് നടത്തിയ നിരീക്ഷണങ്ങളെ റദ്ദ് ചെയ്യുന്ന ഇത്തരം നിഗമനങ്ങളും നിലപാടുകളും ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യത്തെയും ജനഹിതത്തെയും ശക്തിപ്പെടുത്തുന്നതല്ല, അതിൻ്റെ അന്തസത്തയെ ചോർത്തിക്കളയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നിരീക്ഷണമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഗവർണർമാർ സംസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കുന്ന ഭരണഘടനാ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ 5 അംഗ ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിന് സാധിച്ചിട്ടില്ല. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വിവേചനാധികാരത്തെ ഊട്ടിയുറപ്പിക്കുക വഴി ഫെഡറൽ സംവിധാനങ്ങളെ താറുമാറാക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.